അങ്ങനെ ഞങ്ങൾ കുട്ടികളുടെ ഡാൻസും കൂത്തും കുന്തലുകളും എല്ലാം കണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ യാത്ര തുടർന്നു. സൂപ്പർ അല്ലേ നമ്മുടെ കാലത്തുള്ള പെൺപിള്ളേരുണ്ടല്ലോ, കൂടുതലും അവർക്ക് പിന്നെ ആ കാലഘട്ടത്തിലൊക്കെ ഈ വെള്ളം അടിച്ചുകൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യണോണ്ട് അന്ന് കുറെ ആൾക്കാരുണ്ടല്ലോ ആണുങ്ങള്. എന്നുവെച്ചാൽ അവരുടെ നടപടിക്രമങ്ങളൊന്നും ശരിയല്ലാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് പെണ്ണുങ്ങളുടെ കാര്യം. പണ്ട് ഈ ആണുങ്ങളാണ് പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കാലത്തെ വിശേഷം വല്ലതും അറിയോ? ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറയാറുണ്ട്, ടെക്നോളജി വളർന്നു, ഇന്റർനെറ്റും മറ്റു സംവിധാനങ്ങളൊക്കെ വന്നപ്പം സ്വതന്ത്രമായിട്ട് കുട്ടികൾക്ക് ഇതൊക്കെ പ്രയോഗിക്കാനുള്ള ഒരു സൗകര്യങ്ങൾ വന്നു. ഇതിൽ നിന്നല്ല ഈ കുട്ടികൾ ഓരോന്നും കണ്ടുപിടിച്ച കുട്ടികൾക്ക് അതിൻ്റെതായ അഹങ്കാരം വന്നു. അത് ഇപ്പൊ തന്നെ ഈ അടുത്ത സമയത്ത് ഇന്നലെ ഒരു പത്രത്തിന്റെ ഒരു മീറ്റു ഒരു കേസിൽ ഒരാള് പാകപ്പെട്ട് 80-90 വയസ്സായി ഇന്നലെ അയാൾ മരണപ്പെട്ടു. ഇപ്പൊ ആവശ്യമില്ലാതെ ഹരാസ് ചെയ്തോണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടികള്, സ്ത്രീകള്, ഈ പറഞ്ഞ പോലെ സിനിമാ നടിമാര്, സീരിയൽ നടിമാരൊക്കെ ഈ മീറ്റു എന്നുള്ളൊരു കേസ് വന്നല്ലോ. അങ്ങനെ ഇപ്പൊ പുരുഷന്മാരെ ഹരാസ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മളെ മുൻഗാമികളുടെ കാലഘട്ടത്തിലൊക്കെ ഈ സ്ത്രീകൾക്ക് ഭയങ്കര അനുകമ്പയും ഭയങ്കര ഇതുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ ഇത് കണ്ടില്ലേ, ഈ ടൂറിസ്റ്റ് ബസ്സിന്റെ മോളിൽ കയറിയുന്നുണ്ടുള്ള അപ്പൊ അവര് ചോദിക്കുന്ന സ്കൂൾ ജീവിതം, കോളേജ് ജീവിതം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ലാഘവത്തോടി വിടും. ഇത് വീട്ടിലാരും അറിയുന്നില്ല. വീട്ടിലറിഞ്ഞാലും ഇപ്പോഴുള്ള ആൾക്കാർക്ക് വലിയ വിഷയമൊന്നും വരുന്നില്ല. പക്ഷെ പഴയ കാലഘട്ടത്തിലുള്ള പെണ്ണുങ്ങളൊന്നും ഈ രീതിയിൽ എൻജോയ് ചെയ്തിട്ടില്ല, ഉറപ്പാണ്. അവരൊക്കെ വളരെ അടിച്ചമർത്തിയാണ് വരുന്നത്. അച്ചടക്കം ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല അവർക്ക് പീഡനം ഉണ്ടായിരുന്നു കേട്ടോ. അച്ചടക്കം മാത്രമല്ല, ഈ രാജ്യങ്ങളും വികസിച്ചില്ലല്ലോ. അതെ, ടെക്നോളജിയും വികസിച്ചില്ല, രാജ്യവും വികസിച്ചില്ല. ഇതൊക്കെ ഇവിടെ വന്നോണ്ടല്ലേ ഇതൊക്കെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. നമ്മള് വെറുതെ പറഞ്ഞാൽ നീ ആ 3 രൂപ പേപ്പർ വാങ്ങിച്ചിട്ട് 30,000 രൂപ പിന്നെ നോട്ടീസ് അടിച്ചു വെക്കുന്ന നീ പ്രസ് ചെയ്യുന്ന നടക്കുമോ? എങ്കിലും അതിനൊരു ഐഡിയയും പഠിത്തമൊക്കെ വേണമല്ലോ. ചുമ്മാ എടുത്തിട്ട് പേപ്പറിനെടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. 3 ഞാൻ കരി വെച്ചോണ്ടിരിക്കുന്ന ഞാൻ കടയിൽ കുത്തിയിരുന്നപ്പോ ഇതൊക്കെ കാണാൻ പറ്റൂ? യവൻ 3 വരെയും കൊണ്ട് ജോലിക്ക് നിർത്തിയിട്ട് ഡയറക്ഷൻ വിട്ടാതെ കാണാൻ പറ്റുമോ? പിന്നെ ഈ നമ്മള് യാത്ര ചെയ്യുമ്പോഴേ ഈ പയ്യന്മാർ സെറ്റുകൾക്കൊക്കെ ഭയങ്കര ഊരലാണ് കേട്ടോ. ഭയങ്കര ഇപ്പോഴത്തെ പയ്യന്മാർ, എന്റെ മോന് വരെ ഭയങ്കര ഉറുത്തലാണ്. മോന്റെ കൂട്ടുകാരന്മാര് 2-3 കഴിഞ്ഞ ഫയലുകളുണ്ട്, വൃത്തികെട്ട ഫയലുകള്. അവന്മാർക്കൊക്കെ ആണെങ്കിൽ ഒരുമാതിരി വയസ്സ് കാലത്ത് വീട്ടിൽ കിടന്നുകൂടെ ഈ ഞങ്ങള് ജനിച്ചപ്പോഴേ കിളവന്മാരാ. നമ്മൾ അങ്ങനെയാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കും ഉണ്ട്, ഞങ്ങൾക്കും പ്രായങ്ങള് വളരെ ചെറുപ്പമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പാണ് നമ്മള് കിളവന്മാരാ. നീ വീട്ടിൽ പോയിട്ട് ഒരു 10,000-20,000 രൂപ എടുത്ത് അബ്ദുലിന്റെ കൊടുത്തിട്ടാണ് മോനെ നിന്റെ കമ്പനികളെല്ലാം വിളിച്ചോണ്ട് നീ പിന്നെ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഏർക്കാട് 5-6 ദിവസം കഴിഞ്ഞ വന്നാ മതി എന്ന് പറയണം. ഈ ചുമ്മാ അവനെ മിഷീന്റെ അടുത്ത് നിർത്തിയിട്ട് അവനെ കരിപുരണ്ട ജീവിതം പോലെ ആക്കിയിട്ട് അവനെ പിന്നെ അവർക്ക് ഇല്ല കംപ്ലീറ്റ് ജോലി ഞാനാണ് ചെയ്യണം. അവൻ തിരിഞ്ഞു നോക്കൂല. അവൻ സിനിമാ പ്രൊമോഷനാണ്. അവൻ അത് സൂപ്പർ അടിപൊളി മഞ്ഞ്. നീലടെ പറഞ്ഞ ഇവിടെ മഞ്ഞാണല്ലോ, തണുപ്പാണല്ലോ, ഭയങ്കര ചൂടാണെന്ന് ഞാൻ യവനും വന്ന് രാത്രി കാണും തണുപ്പ്. ഇപ്പൊ പകലല്ലേ, ഇപ്പൊ രാത്രിയാ. അവൻ അവിടുത്തെ വന്ന് പറഞ്ഞത് ഞാൻ ഇപ്പൊ പിന്നെ ഈ സ്ഥലത്തിന്റെ പേരെന്തിന് വാഗമണ് പോയിട്ട് വന്നുള്ളൂ. പകല് ഭയങ്കര അവിടെ റൂം എടുത്ത് കിടന്നാലേ തണുപ്പ് വരുള്ളൂ. മയിലിതാ ഇപ്പൊ കണ്ടോ, വലേ സൈഡ് നോക്കുന്ന പോലെ ഇതാണ് പറയണത്. ഐശ്വര്യമല്ല, ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നവന്റെ മാസ്റ്റർ ബ്രൈറ്റ് അത് നിങ്ങളെ മുഖവിലേക്ക് എടുക്കുക.
മിസ്റ്റർ ചുമ്മാ ഞാൻ അവിടെ മിസ്റ്റർ ഫിഹാദ്, ചുമ്മാ ഞാൻ അവിടെ നിങ്ങൾക്ക് ഒരു വിചാരണ ഉണ്ട്. ഞാൻ അവിടെ മൂന്ന് കാര്യം വെച്ചോണ്ടിരിക്കുകയാണ്. എനിക്കൊരു മൈരും അറിഞ്ഞൂടാന്നുള്ള. അപ്പൊ ടൂർ ഓപ്പറേറ്ററിന്റെ മാസ്റ്റർ പേര് എങ്ങനെ ഉണ്ട്? മയിര് എന്നുള്ള സാധനം ഞാൻ എഡിറ്റ് ചെയ്യുന്നതല്ല, ഞാൻ ഇപ്പോഴേ പറയാം. അത് നമ്മൾ ആദ്യമേ അങ്ങനെയാണല്ലോ. അങ്ങനെയാണ്. എല്ലാവരും വാഗമൺ പറഞ്ഞു. ഞങ്ങളുടെ പ്രത്യേകിച്ച് മേധാക്ക ഒന്ന് പറഞ്ഞു കൊടുത്താണ്. വാഗമണ്ണിൽ നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ രാത്രി അവിടെ നിന്ന് പിന്നെ യാത്ര പുറപ്പെടുക. ഒരു 6 മണിക്കകത്ത് വാഗമൺ ഹൈറേഞ്ച് കയറാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കോടമഞ്ഞും മറ്റും ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റൂ. പറ്റുമെങ്കിൽ പെട്രോൾ പമ്പിൽ കയറി കക്കൂസിൽ കയറി എല്ലാം ക്ലിയർ ആക്കിയിട്ട് റൂമൊന്നും എടുക്കാൻ നിൽക്കരുത്. ഇവിടെ വന്നിട്ട് വേണം എടുക്കാം. എന്ത് ശരിയല്ലേ? 10,000 രൂപയുടെ സൂട്ട് റൂമൊക്കെ എടുത്ത് ബാത്റൂമിൽ കയറി അത്രയും സമയം പാഴാക്കുന്നത് പാഴാക്കുന്നതിനേക്കാളും പമ്പിൽ കയറുക, പമ്പിൽ പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിക്കുക, ഇപ്പുറത്തിറങ്ങി ചായ കുടിക്കുക, ഒരു വിൽസൊക്കെ വലിക്കുക. പൈസ പോക്കറ്റ് ഇരിക്കും. നമ്മള് ഫ്രഷ് ആവുകയും ചെയ്യും, എൻജോയും ചെയ്യാം. അവൻ എപ്പോ വന്നിട്ട് പോയെന്ന് ഇവിടെ വന്നിട്ട് ചൂട് പറഞ്ഞത്. ഞങ്ങളിവിടെ വന്നതേ നാട്ടിൽ നല്ല ചൂടുണ്ടായിരുന്നില്ലേ, ആ സമയത്താണ്. ഇപ്പോൾ നല്ല മഴയല്ലേ. ഈ മഴ വരുന്നതിന് മുമ്പാണ് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഇവിടുത്തെ തണുപ്പൊക്കെ കണ്ടപ്പോൾ പ്രത്യേക അനുഭൂതിയും എന്താ നീ മൂത്രമൊഴിക്കില്ല എന്നെ പിടിച്ചോളല്ലേ? അങ്കിൾ മൂത്രം ഒഴിക്കാൻ പോവാണ് പുള്ളി. പിടിക്കണോ? ശരി, അത് സെൻസർ ബോർഡ് പിടിച്ച് കട്ട് ചെയ്ത് പറയൂ. ഇത്രയും സുഖം കിട്ടിയില്ലല്ലേ മൊത്തം. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു. യാർക്കാട് പോയിട്ട് പോലും ഇത്രയും തണുപ്പ് ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. ഇവിടെ നല്ല കോടമഞ്ഞും ഒരു പ്രത്യേക വൈബും നല്ല സുഖവും. അങ്ങനെ ഞങ്ങളെല്ലാം നന്നായിട്ട് ആസ്വദിച്ചു. 8 മേധാക്ക, ഇത് ആരാണ് ഇവിടെ പിന്നെ തണുപ്പില്ലെന്നും തേയിലെന്നും ഒക്കെ പറഞ്ഞത്? യാതാവൊരു കണിയാ എവന്റെ പറഞ്ഞെന്ന് നീ പറഞ്ഞില്ലേ? ഇവൻ ഇന്നലെ വന്നിട്ട് എന്റെ പറയാണ് മെനങ്ങാന്ന് അവിടെ ഒരുത്തം പോയിട്ട് വന്ന് ഭയങ്കര ചൂടാണ്. റൂമെടുത്ത് കിടന്നാലേ രാത്രി തണുപ്പുള്ളൂ എന്ന് പറഞ്ഞു. ഇവൻ ഈ യാത്ര നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ഈ യാത്രയെ തടസ്സപ്പെടുത്താൻ വേണ്ടി നിരുത്സാഹപ്പെടുത്താനല്ല. എന്ത് മൈരായാലും നമ്മൾ ഫിക്സ് ചെയ്തു, നമ്മൾ പോകും. പക്ഷെ നമ്മളിവിടെ വന്നു ഇതെല്ലാം ആസ്വദിക്കുകയാണ്. മൊത്തം എടുത്ത് എന്തൊരു മയില് ഫോട്ടോ ഇടേ ചുമ്മാ അല്ലേ എന്താണത്? സൂപ്പർ അല്ലേ? തിരിഞ്ഞേക്ക് നിങ്ങൾ ഇതിനു മുമ്പ് വന്നപ്പോ ഇത്രയും തിരിഞ്ഞേക്കണ്ടേ? ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം നന്നായിട്ടൊന്ന് ആസ്വദിച്ചുകൊണ്ട് ഫോട്ടോയും എടുത്തുകൊണ്ട് ഞങ്ങൾ ആഹാരം തേടി ഇറങ്ങി. നല്ല ഫുഡ് കിട്ടും ഇവിടെയൊക്കെ. തമിഴ് നല്ല ചപ്പാത്തിയൊക്കെ, ഇത് ദോശയൊക്കെ കിട്ടും അല്ലേ? ഇഡ്ഡലി ഇതല്ലേ കണ്ടത്? കുറച്ച് ഫ്രണ്ടിലൊക്കെ ഇട്ടാ മതി. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ കണ്ടെത്തി. നല്ല വിശപ്പ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് വെട്ടിക്കയറ്റി തീറ്റി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അടുത്ത റൂം എടുക്കാനുള്ള ലക്ഷ്യത്തോടെ 3ാമത്തെ നിലയിലാണ്. പോട്ട് അങ്ങനെ പോട്ട് ഈ ഓഫ് റോഡ് പോകുമ്പോഴേ ഞാനും മൊബൈലൊക്കെ കുറച്ച് വെളിയിൽ പോവോ? ഇവിടെ പോണെങ്കി പോട്ട്, നീ അങ്ങ് പോ. വേറെ ഉപയോഗമൊന്നുമില്ലല്ലോ. 3 രൂപ പേപ്പറിൽ 30,000 അടിക്കുന്ന നീ അല്ലേ പറയാട്ടാ. ഞാൻ ഓഫ് റോഡ് പോയിട്ടുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാരുണ്ടല്ലോ, നല്ല മനസ്സുള്ള മനുഷ്യരാണ്. ഞങ്ങള് മനസ്സെന്ന് പറഞ്ഞാൽ കുറച്ച് തുറന്ന മനസ്സാണ്. ഞങ്ങള് ഓപ്പണായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഞങ്ങള് മനസ്സും ശരീരവും പിന്നെ പ്രവൃത്തിയും എല്ലാം തുറന്നതാണ്. ശശി തരൂര് പോകാനുള്ള ചാൻസ് ഇല്ല അല്ലേ? ശശി തരൂര് പോകാനുള്ള ചാൻസ് ഇല്ല. ടൈറ്റ് ഫൈറ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം ഒന്നും ഉണ്ടാവില്ല. കാരണം ഇപ്പോഴത്തെ BJPയുടെ സ്ഥാനാർത്ഥി സ്ട്രോങ് ആണ്. പറഞ്ഞ് ജയിക്കൊന്നുമില്ല. ഞാന് മറ്റേ ജീപ്പ് എടുത്തിട്ടേ മറ്റേ എവിടെ കാണാൻ പോണത്.
ഈ ജീപ്പ് മഹേന്ദ്രയുടെ ജീപ്പ് കമ്പനിയുടെ മഹേന്ദ്ര നിർത്തി മഹേന്ദ്ര ഓ ഞങ്ങളങ്ങനെ ഒരു വണ്ടി പിടിച്ച് ഓഫ് റോഡ് പോകാൻ തീരുമാനിച്ച് അങ്ങനെ ഞങ്ങൾ ഓഫ് റോഡ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഓഫ് റോഡ് പോകുന്നത്. പേടിയുണ്ടായിരുന്നു, കുണ്ടുകുഴിയിലൊക്കെ പോയി വീഴുമോ. ഞാനൊരു ബൈപ്പാസൊക്കെ കഴിഞ്ഞതാണ്, പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവര് വന്നപ്പോ ഒരു പയ്യനായിരുന്നു. എല്ലാരും ഞങ്ങളെല്ലാരും വൈകി കൊടുക്കുന്നതേ നമുക്ക് അപകടം വരുത്തിയിരിക്കാൻ പറ്റില്ലല്ലോ. തെറിച്ച് പോവല്ലേ നോപ്പലെ. പിന്നെ നീ പോയാലും ക്യാമറ പോവല്ലേ സൂക്ഷിച്ചോ. പുള്ളി പറഞ്ഞു പോവില്ല. ഇതിന്റെ ടയർ പ്രത്യേക ടയറാണ്. ഇതിന്റെ വലിയ മഴ സമയത്ത് ഭയങ്കര മണായിരിക്കും ഇതിൽ ഓടിക്കാനായിട്ട്. അപ്പൊ വലിയ ടയർ ഇടുക. 185 235 പറഞ്ഞ ഒരു ടയറുണ്ട്, അത് ഇടും. ഇവിടെ ഉള്ളവർക്കൊന്നും പെട്ടെന്ന് അസുഖങ്ങളൊന്നും പിടിക്കൂല അല്ലേ? എന്നാലും ഉണ്ടാവുമല്ലോ. പിന്നെ അസുഖമില്ലാത്ത ആരെ ഉള്ള ഇവിടെ ഏറ്റവും കൂടുതൽ അസുഖം ഉണ്ടാകുന്നത് ക്യാൻസറാണ്. നമ്മുടെ ഏലത്തിലെല്ലാം മരുന്നുണ്ട്. നമ്മള് പറയുന്നത് എൻഡോസൾഫാൻ നിർത്തിയെന്നാണല്ലേ പറയുന്നത്. നിർത്തിയിട്ടില്ല അല്ലേ? അടുത്ത സ്റ്റേറ്റാ തമിഴ്നാട് സ്റ്റേറ്റ്. അവിടുന്ന് കൊണ്ടുവരും. അവിടുന്ന് എൻഡോസൾഫാൻ തമിഴ്നാട്ടിൽ അടിക്കുന്നത്. എന്റെ പൊന്നെ ഇതങ്ങോട്ട് പേടിയൊന്നുമില്ല, ചെറിയ പ്രായം. ഇതെങ്ങനെയല്ലേ കയറി വന്നു. എന്റെ മോനെ ശരിയാവൂല. എല്ലാം പോയി കിടക്കുക. ഇറങ്ങട്ടാ. ഈശ്വര. അങ്ങനെ ഞങ്ങളെ ഡ്രൈവർ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ കൊണ്ടെത്തിച്ച് നല്ല സൂപ്പർ വ്യൂ പോയിന്റ് ഇവിടെ നിന്ന് ഇടുക്കി ഡാം വരെ കാണാം. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ എപ്പിസോഡുകളെല്ലാം കാണണം, കാണാതിരിക്കരുത്.